ഒന്ന് ബാത്റൂമിൽ നിന്ന് ഉളു ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. ഇന്ന് ഒരുപാട് ആളുകൾക്ക് തോന്നിക്കൊണ്ടിരിക്കുന്ന സംശയമാണ് ബാത്റൂമിൽ നിന്ന് ഉളു ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. ഉളു സ്വഹീഹാകുന്നതിന് ഒരു തകരാറുമില്ല ബാത്റൂമിൽ വെച്ച് ഉളു ചെയ്താലും. പക്ഷേ ഉളുയിൽ ചൊല്ലൽ സുന്നത്തുള്ള കാര്യങ്ങൾ അത് നാവുകൊണ്ട് ചൊല്ലുന്നത് ബാത്റൂമിൽ അനുവദനീയമല്ല എന്നുള്ളതും, നജസ് തെറിക്കുന്ന സ്ഥലത്ത് ഉളു ചെയ്യരുത് എന്നും, സ്ഥിരമായി ബാത്റൂമിൽ വെച്ച് ഉളു ചെയ്താൽ അത് ദാരിദ്ര്യത്തിന് കാരണമാകുമെന്നും മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട്. അത് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ബാത്റൂമിൽ വെച്ച് ഉളു ചെയ്താൽ ഉളു സഹീഹാകാത്ത പ്രശ്നമില്ല. എങ്കിലും സൂക്ഷ്മതക്ക് നല്ലത് അത് അവിടെ നിന്ന് ഒഴിവാക്കി മറ്റുള്ള സ്ഥലത്ത് ഉളു ചെയ്യലാണ്. പിന്നെ ഇന്ന് വീടുകളിലൊക്കെ ബാത്റൂം നിർമ്മിക്കുന്നത് അല്പം ഉയർന്ന സ്ഥലത്ത് ഉപയോഗിക്കുവാൻ ക്ലോസറ്റ് വെച്ച സ്ഥലവും താഴ്ന്ന സ്ഥലത്ത് കുളിക്കുന്ന സ്ഥലവുമാണ്. അപ്പോൾ അവിടെ പരിഗണിക്കുന്നത് ക്ലോസറ്റുള്ള സ്ഥലം അത് നജസ്സുകൾ കൂടുതൽ ആകുവാൻ സാധ്യതയുള്ള സ്ഥലവും, മറ്റുള്ളത് അങ്ങനെയല്ല എന്നുള്ളത് കൊണ്ട് അവിടെ വെച്ചുകൊണ്ട് ഉളു എടുക്കൽ അത് കുഴപ്പമില്ല എന്നും പണ്ഡിതന്മാർ ചർച്ച ചെയ്യുന്നുണ്ട്. ഏതായാലും സൂക്ഷ്മതക്ക് നല്ലത് ബാത്റൂമിൽ നിന്ന് ഒഴിവാകലാണ്. ബാത്റൂമിൽ വെച്ച് ഉളു ചെയ്താൽ അത് സ്വീകാര്യതക്ക് കുഴപ്പവുമില്ല എന്നുള്ളത് നാം മനസ്സിലാക്കി. വെള്ളത്തിലേക്ക് ഇഴഞ്ഞു പോകുന്നതാ. അപ്പോഴതാ ഒരു തവള കയറി വരുന്നു. നീന്തി കരപറ്റുകയാണ്. തവളയെ കുറിച്ച് ചിന്തിച്ചോ? തവളക്ക് വെള്ളത്തിലും കരയിലും ഒരുപോലെ സഞ്ചരിക്കാൻ കഴിയുന്ന ജീവിയാണല്ലോ. തവള നീന്തി വന്നിട്ട് കരയുടെ അരികിലേക്ക് കരയിലേക്ക് എടുത്തു ചാടുകയാ. എന്റെ പ്രിയപ്പെട്ട കോലിക്കരയിലെ നല്ലവരെ ആരാണ് സൃഷ്ടി തമ്പുരാനെന്ന് മനസ്സിലാക്കിക്കോളോ. അള്ളാഹുവിന്റെ പരിപാലനങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നതാ. അള്ളാഹുവാണ് തേളിനെ കൊണ്ടുവരുന്നതാ. അള്ളാഹുവാണ് തവളയെ കൊണ്ടുവരുന്നതാ. തേളെന്ത് ചെയ്തു എന്നറിയുമോ? തവളയുടെ പുറത്ത് കയറിയിരുന്നു. തവള വീണ്ടും സമുദ്രത്തിലേക്ക് എടുത്തു ചാടി സമുദ്രത്തിലൂടെ നീന്തി മുന്നോട്ട് പോയി തവളയുടെ പുറത്ത് തേളിനെ ഇരുത്തിയിട്ടുണ്ടോ? അത്ഭുതപ്പെട്ടു. അല്ലാ, എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതാ? തേളിന് സമുദ്രത്തിലൂടെ സഞ്ചരിക്കാൻ വേണ്ടി ഒരു തവളയെ സംവിധാനിച്ചനാഥാ. എന്തിനു വേണ്ടിയാണ് തേളിനെ പുറത്തിരുത്തിയിട്ട് തവളയിലൂടെ അക്കരയിലേക്ക് കൊണ്ടുപോകുന്നതാ? അത്ഭുതമുണ്ടെന്ന് മനസ്സിലാക്കി മഹാനായ ദുന്നൂനിൽ മുസ്ലിം കൂടെ അനുഗമിച്ച് കടന്നു പോവുകയാണ്. തവള അക്കരയിൽ ചെന്നിട്ട് തേളിനെ അവിടെ ഇറക്കി കൊടുക്കുകയാ. തേള് ഇടഞ്ഞിടഞ്ഞ് വീണ്ടും മുന്നോട്ട് പോയി എന്താണ് സംഭവിക്കുന്നത് എന്ന് ആകാംക്ഷയോടുകൂടി കാണുന്നതിന് വേണ്ടി മഹാനായ ദുന്നൂനിൽ മുസ്ലിം കൂടെ കടന്നുപോയി. കുറച്ച് മുന്നോട്ട് ചെന്നപ്പോ ഒരു മനുഷ്യൻ ഇങ്ങനെ സുഖമായി കിടന്നുറങ്ങുകയാ. ആ മനുഷ്യന്റെ വായുടെ ഭാഗത്തേക്ക് വിശലിപ്തമായ ഒരു സർപ്പം പത്തി വളർത്തി നിൽക്കുന്ന കാഴ്ചയാണ്. തേളി അതിവേഗതയിൽ ചെന്നുകൊണ്ട് ആ സർപ്പത്തെ കുത്തുന്നു. അതിലുള്ള വിഷം വലിച്ചെടുക്കുന്നു. വീണ്ടും കുത്തി ആ സർപ്പം കൊല ചെയ്യപ്പെട്ടു എന്നുറപ്പ് വന്നപ്പോ തേളി തിരിച്ചു ഇടയുന്നു. ദുന്നൂനിൽ മുസ്ലിം കൂടെ വരുന്നു. തവള കാത്തു നിൽക്കുന്നു. തവളയുടെ പുറത്ത് തേളി കയറിയിരിക്കുന്നു. തവള നീന്തി ഇക്കരയിൽ കൊണ്ടുവന്ന് തന്നെ ഇറക്കി കൊടുക്കുന്നു. ദുന്നൂനിൽ മുസ്ലിം അത്ഭുതപ്പെട്ടു. അല്ലാ, എന്തിനാണ് അക്കരയിൽ നിന്ന് ഒരു തേളിനെ ഇവിടേക്ക് കൊണ്ടുവന്നിട്ട് ഈ സർപ്പത്തെ കൊലപ്പെടുത്തിയതാ? അല്ലാ, ആ തേളിന് വേണ്ടി ഒരു തവളയെ സംവിധാനിച്ചു കൊടുത്തതാ. ഈ കിടന്നുറങ്ങിക്കൊണ്ടിരിക്കുന്ന മനുഷ്യന്റെ ജീവൻ രക്ഷിക്കാൻ കിടന്നുറങ്ങിക്കൊണ്ടിരിക്കുന്ന മനുഷ്യനെ വിളിച്ചു നിർത്തിയിട്ടാ ആ മനുഷ്യനോട് അവന്റെ അവസ്ഥ അന്വേഷിച്ച മഹാനായ ദുന്നൂനിൽ മുസ്ലിം ചോദിച്ചറിഞ്ഞപ്പോ ആ മനുഷ്യൻ കള്ളുകുടിച്ച് ലെക്കുകെട്ട് മതോന്മത്തനായി പടച്ചിറപ്പിന് മറന്നുകൊണ്ട് കിടന്നുറങ്ങുന്നവനായിരുന്നു. ഇതങ്ങറിഞ്ഞപ്പോ ദുന്നൂനിൽ മുസ്ലിയുടെ രണ്ട് കണ്ണുകളും നിറഞ്ഞൊഴുകാൻ തുടങ്ങി. കരഞ്ഞുകൊണ്ട് പറഞ്ഞു, സഹോദരാ, കണ്ണു കുടിച്ച് പടച്ചിറപ്പിനെ മറന്നുകൊണ്ട് തോന്നിയതുപോലെ മൃഗീയ ജീവിതം നയിച്ച ഇവിടെ കിടന്നുറങ്ങുന്നവനാണെങ്കിലും പടച്ചിറപ്പിന് നീ മറന്നെങ്കിലും അല്ല നിന്നെ മറന്നിട്ടില്ലടാ. നിന്റെ ജീവൻ അപഹരിച്ചെടുക്കാൻ വേണ്ടി നിമിഷങ്ങൾ കഴിയുമ്പോ നിന്നെ കൊത്തിവലിച്ചിട്ട് നിന്റെ ശരീരത്തിൽ വിഷം കലർത്തിയിട്ട് നിന്റെ ജീവൻ അപകടപ്പെടുത്താൻ കാത്തുനിന്നിരുന്ന സർപ്പത്തെ കൊലപ്പെടുത്താൻ എന്റെ പ്രിയപ്പെട്ട സഹോദര, അക്കരയിൽ നിന്നൊരു തേളിനെ കൊണ്ടുവന്ന കാരുണ്യവാനെ കുറിച്ച് നീ അറിയുന്നടാ. ആ തേളിന് സമുദ്രത്തിലൂടെ സഞ്ചരിക്കാൻ കഴിയാത്തത് കൊണ്ട് ഒരു തവളയെ സഹായത്തിന് കൊണ്ടുവന്നിട്ടാ ആ തവളയുടെ പുറത്ത് തേളിനെ ഇരുത്തിയിട്ടാ ഇക്കരയിൽ കൊണ്ടുവന്നിട്ട് തേളിലൂടെ സർപ്പത്തെ കുത്തിക്കൊലപ്പെടുത്തിയിട്ട് നിന്റെ ജീവൻ സംരക്ഷിച്ച കാരുണ്യവാനായ സത്യതമ്പുരാനെ കുറിച്ചറിയുന്നടാ.
തിരിച്ചറിയാതെ പോകല്ലടാ എന്ന് പറയുമ്പോ ആ മനുഷ്യൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്നു, സഹോദരാ, ഇങ്ങനെയുള്ള കാരുണ്യവാന്റെ കരുണയെ കുറിച്ച് എനിക്കറിയാതെ പോയതിൽ എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞ് കരങ്ങൾ ഉയർത്തിയിട്ട് പറയുന്നുവത്ര, അല്ലാ, നിന്റെ കരുണയെ കുറിച്ച് ഞാൻ മനസ്സിലാക്കി. ഇല്ല ഇല്ല ഇല്ല, ഇനി ഒരിക്കലും ഞാൻ അധർമ്മത്തിന് അടിമപ്പെടുന്ന പ്രശ്നമില്ല. ഇനി ഒരിക്കലും തന്നെ അരുതായ്മകൾ കടിമപ്പെട്ടുകൊണ്ട് ജീവിതം വഴികേടിന്റെ മാർഗങ്ങളിലൂടെ സഞ്ചരിപ്പിക്കാൻ ഞാൻ ഒരുക്കമല്ല എന്ന് പറഞ്ഞ ആ മനുഷ്യന്റെ ജീവിതത്തിൽ പരിവർത്തനം ഉണ്ടാക്കുന്നതിന്റെ സന്ദേശം നൽകിയ കരഞ്ഞുകൊണ്ട് പറയുന്നു, അല്ലാ, നിന്നെ മനസ്സിലാക്കി കൊടുക്കാൻ ഇത് ഏറ്റവും വലിയ ഉദാഹരണമാണ്.